ഓൺഹ വീട്ടിലേക്ക് നടന്നു പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവളും ചാനലിൽ വന്ന കമന്റ്സ് ഒക്കെ നോക്കുകയാണ്. അതിലാകട്ടെ അവളെ ചീത്ത വിളിച്ചുകൊണ്ട് ഒരുപാട് കമന്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കെയാണ് ഉൺഹയെ കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള കമന്റ്സിന്റെ ഒക്കെ തന്നെ താഴെ ജസ്റ്റിസ് എന്ന പേരിൽ മറ്റൊരു അക്കൗണ്ടിലെ ആളൊക്കെ റിപ്ലൈ കൊടുത്തിട്ടുള്ളത് ഉൺഹ വായിക്കുന്നത്. അതിലാകട്ടെ ഉൺഹനെ ചീത്ത വിളിക്കുന്ന ആൾക്കാർക്കെതിരായിട്ട് ഏതൊക്കെ രീതിയിലുള്ള നിയമ നടപടികളൊക്കെ എടുക്കുവാനായിട്ട് സാധിക്കുമെന്നതായിരുന്നു അതിലുണ്ടായിരുന്നതും. അതുകൊണ്ട് തന്നെ അവരോട് അവളെക്കുറിച്ച് മോശമായിട്ട് സംസാരിക്കരുതെന്നായിരുന്നു ആ വ്യക്തി പറഞ്ഞിട്ടുമുണ്ടായിരുന്നത്. ഓൺഹ ഒരു കടയുടെയൊക്കെ മുമ്പിലെത്തുന്ന സമയത്താകട്ടെ തേഴ്സ്ഡേ ഡിയർ എന്ന കമ്പനിയിൽ നിന്നും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്ന സോസേജസ് എല്ലാം തന്നെ കടക്കാരൻ വെളിയിലേക്ക് എടുത്ത് വെക്കുന്ന കാഴ്ച ആയിരുന്നു അവളും കാണുന്നത്. അവൾ അതിനെക്കുറിച്ചൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും ഈ ഒരു കമ്പനിയെ കുറിച്ച് ഇപ്പോൾ ഒരുപാട് റൂമേഴ്സ് ഒക്കെ ഇറങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവരുടെ ഒരു സാധനങ്ങളും ഞങ്ങൾ വിൽക്കുന്നതായിരിക്കുകയില്ല എന്നാണ് കടക്കാരൻ പോലും ഉൺഹയോട് പറയുന്നത്. ജോയങ്ങും ജിഹ്വാന്റെ അടുത്ത് എത്തിയതിനു ശേഷം ഇപ്പോൾ ചെറിയ കടകൾ പോലും നമ്മുടെ പ്രോഡക്ട്സ് ഒന്നും തന്നെ എടുക്കുന്നില്ല എന്നും നമ്മുടെ പ്രോഡക്ട്സ് വിറ്റുകൊണ്ടിരുന്ന കടകൾ പോലും ഇപ്പോൾ പ്രോഡക്ട്സ് ഒക്കെ തിരിച്ചയക്കുകയാണെന്നുമുള്ള കാര്യമൊക്കെ ജിഹ്വാനെയും അറിയിക്കുന്നു. അവനും ആകെ നിരാശപ്പെട്ടൊക്കെ ഇരിക്കുകയാണ്. തന്നെ കുറിച്ച് വന്നിട്ടുള്ള മറ്റൊരു ആർട്ടിക്കിളൊക്കെ വായിക്കുന്ന ജെയ്സോ ആകട്ടെ അന്ന് അങ്ങനെ ഒന്നും തന്നെ താൻ ചെയ്യാതിരിക്കുകയായിരുന്നെങ്കിൽ എന്നൊക്കെ സ്വയം ആഗ്രഹിച്ചു പോകുന്നു. താൻ ഇതുവരെ കഷ്ടപ്പെട്ടതെല്ലാം തന്നെ വെറുതെ ആയി പോയല്ലോ എന്നൊക്കെ വിചാരിച്ച് ആകെ കരഞ്ഞുകൊണ്ട് ഓരോരോ ജോലികളൊക്കെ ചെയ്യുകയായിരുന്നു മാൻഹോയും. ഇപ്പോൾ ഉൺഹയുടെ കയ്യിൽ റിയൽ ആയിട്ട് നടന്നിട്ടുണ്ടായിരുന്ന ഫുഡ് ഫെസ്റ്റിവലിന്റെ വീഡിയോസ് എല്ലാം തന്നെയുണ്ട്. അവളും അത് വെച്ച് എന്ത് ചെയ്യുമെന്നൊക്കെ ആലോചിക്കുന്നു. തേഴ്സ്ഡേ ഡിയറിന്റെ കമ്പനിയൊക്കെ കാണിക്കുമ്പോഴത്തേക്കും കമ്പനിയിലേക്ക് ഒരുപാട് കോൾസ് ഒക്കെ സാധനം റീഫണ്ട് ചെയ്യണമെന്ന് പറഞ്ഞ് വരികയാണ്. അങ്ങനെയിരിക്കെ ആയിരുന്നു ഹോങ്കിക്കും മറ്റൊരു കോളൊക്കെ വരുന്നത്. അതായത് പുതിയൊരു വീഡിയോ ഒക്കെ റിലീസ് ചെയ്തു എന്നതായിരുന്നു ആ ഒരു കോളിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഒറിജിനൽ ഫുട്ടേജ് ഒക്കെ ഉണ്ടായിരുന്നത് വീഡിയോഗ്രാഫറുടെ കയ്യിലായിരുന്നല്ലോ. അയാളുടെ സീറ്റിലൊക്കെ ഉൺഹ വന്നിരിക്കുന്നത് അയാളും ശ്രദ്ധിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഉൺഹ ആയിരിക്കും ആ ഒരു വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുള്ളതെന്ന് മനസ്സിലാക്കുന്ന അയാളും ഉൺഹയോട് ചെന്ന് സംസാരിക്കുകയാണ്. പക്ഷേ റിയൽ ആയിട്ടുള്ള വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യുന്നതിന് പകരമായിട്ട് മറ്റുള്ള ആൾക്കാരെ ഇൻസൾട്ട് ചെയ്യുകയും അവരെ തെറ്റ് ചെയ്യാതെ തന്നെ തെറ്റ് ചെയ്തവരാക്കി മാറ്റുകയും ചെയ്തിട്ടുണ്ടായിരുന്നത് നിങ്ങളാണ്. അതുകൊണ്ട് തന്നെ തെറ്റ് എന്റെ ഭാഗത്തല്ല മറിച്ച് നിങ്ങളുടെ ഭാഗത്താണെന്നൊക്കെ ആയിരുന്നു ഓൺഹയും വീഡിയോഗ്രാഫറുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇപ്പോഴാകട്ടെ റിയൽ ആയിട്ട് അവൾ അപ്ലോഡ് ചെയ്ത രീതിയിലുള്ള വീഡിയോ ഒക്കെ കാണുകയാണ് ജിഹ്വാനും. ആ ഒരു വീഡിയോയിൽ ഒരാളുടെ മേത്തേക്ക് അറിയാതെ അവരുടെ സോസേജ് ഒക്കെ വീണ സമയത്ത് അയാളും വളരെയധികം ദേഷ്യപ്പെട്ട് അവരുടെ അടുത്തൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു വഴക്കൊന്നും ഉണ്ടാക്കാതെ തന്നെ വളരെയധികം മാന്യമായിട്ടായിരുന്നു ആ ഒരു വ്യക്തിയുടെ അടുത്ത് ജെയ്സോ പെരുമാറിയിട്ടൊക്കെ ഉണ്ടായിരുന്നത്. മാത്രമല്ല നിലത്ത് പോയ സോസേജസ് ഒന്നും തന്നെ കുട്ടികൾക്ക് കൊടുക്കരുതെന്നൊക്കെ പ്രത്യേകമായിട്ട് അവൻ പറഞ്ഞിട്ടുമുണ്ടായിരുന്നു. അതുകൂടാതെ അന്ന് അവർ ചെയ്ത നല്ല കാര്യങ്ങളൊക്കെ ഉൾപ്പെടുന്ന മറ്റ് പല വീഡിയോസും കൂടി ചേർത്തിട്ടായിരുന്നു ഓൺഹയും അപ്ലോഡൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. പുതിയൊരു ചാനലൊക്കെ തുടങ്ങിയതിന് ശേഷം ആരാണ് എന്താണ് എന്നൊന്നും തന്നെ പറയാതെ ആയിരുന്നു ഈ ഒരു വീഡിയോ എല്ലാം തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇത് ചെയ്തത് ഉൺഹ തന്നെയാണെന്നുള്ള ഉറപ്പിലാണ് ജൂയങ്ങും ഉള്ളത്. അവൾക്ക് ഏതെങ്കിലും ഒരു വീഡിയോ ഒക്കെ ഇടണമെങ്കിൽ അവളുടെ സ്വന്തം ചാനൽ ഇട്ടൂടെ? എന്തുകൊണ്ടാണ് അവൾ ഇങ്ങനെ മറ്റൊരു ചാനലിലേക്ക് ഇട്ടതെന്ന സംശയം ജിഹ്വാനും വരുമ്പോഴത്തേക്കുമാണ് അവളുടെ ചാനൽ അവളുടെ കൺട്രോളിൽ അല്ല എന്നാണ് തോന്നുന്നതെന്നൊക്കെ ജൂയങ്ങും അറിയിക്കുന്നത്. അപ്പോൾ മാത്രമാണ് താൻ ഇത്ര മോശമായിട്ടായിരുന്നു ഉൺഹയുടെ അടുത്ത് സംസാരിച്ചിട്ടുണ്ടായിരുന്നെന്ന കാര്യമൊക്കെ ജിഹ്വാനും ഓർത്തെടുക്കുന്നത്. ഹോസ്പിറ്റലിൽ നിന്നും നടക്കുവാനായിട്ട് ഇറങ്ങുന്ന ജിഹ്വാനും അവിടേക്ക് ഉൺഹ എത്തിയിരിക്കുന്നതൊക്കെ കാണുന്നു. അതുകൊണ്ട് തന്നെ പതിയെ ഉൺഹനെ ഫോളോ ചെയ്തുകൊണ്ട് അവനും പോകുന്നു. ഹോസ്പിറ്റലിൽ അസുഖമൊക്കെ ബാധിച്ചു കിടക്കുന്ന കുട്ടികളെ കാണുവാനായിട്ടായിരുന്നു അവളും എത്തിയിട്ടുണ്ടായിരുന്നത്. ആ കുട്ടികളെ സന്തോഷിപ്പിക്കുകയും അവരുടെ കൂടെ കളിക്കുകയും ചെയ്യുകയാണ് അവളും. ഇതെല്ലാം തന്നെ അവൻ കണ്ടു നിൽക്കുമ്പോഴത്തേക്കും ആയിരുന്നു അതുവഴി നടന്നു വന്നിട്ടുണ്ടായിരുന്ന നേഴ്സുമാര് ഇന്നും വോളണ്ടിയർ വർക്കിനായിട്ട് അവൾ എത്തിയിട്ടുണ്ടല്ലോ എന്ന കാര്യമൊക്കെ അവിടെ വെച്ച് പറയുന്നതും അവൻ കേൾക്കുന്നത്. സ്വന്തം ഇഷ്ടത്തിന് വോളണ്ടിയർ വർക്കായിട്ടാണ് ഇതുപോലെ കുട്ടികളെ സഹായിക്കുന്നതെന്ന കാര്യമൊക്കെ അവനും മനസ്സിലാക്കുന്നു. ഒരു കുട്ടി മറ്റൊരു കുട്ടിയോട് വഴക്കൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് അതൊക്കെ കണ്ടു നിന്നിട്ടുണ്ടായിരുന്ന ഓൺഹയും വഴക്കുണ്ടാക്കിയ കുട്ടിയോട് മറ്റേ കുട്ടിയുടെ അടുത്ത് ക്ഷമയൊക്കെ ചോദിക്കുവാനായിട്ടും ആവശ്യപ്പെടുന്നൊക്കെയുണ്ട്. പിന്നീട് ജിഹ്വാനെ കാണുവാനായിട്ടൊക്കെ അവൾ നിൽക്കുന്നുണ്ടെങ്കിലും ഡോറൊന്നും തുറക്കാത്തത് കൊണ്ട് തന്നെ അവളും തിരിച്ചൊക്കെ പോകുന്നു. യഥാർത്ഥത്തിൽ ജിഹ്വാൻ ഹോസ്പിറ്റലിലൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവൻ നടന്നു വരുന്ന വഴിക്ക് അവളും ഡ്രിങ്ക്സ് ഒക്കെ മേടിച്ച് ഇറങ്ങിപ്പോകുന്നത് അവനും കാണുകയാണ്. അതുകൊണ്ട് തന്നെ വീണ്ടും അവൻ അവളെ ഫോളോ ചെയ്തു പോകുന്നു. ഓൺഹ കാണാതെ ജിഹ്വാൻ ഒളിച്ചു നിൽക്കുവാനായിട്ടൊക്കെ ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും അതിലും അവൻ പരാജയപ്പെട്ടു പോകുന്നത് കൊണ്ട് തന്നെ അവനും ഓൺഹയുടെ അടുത്തേക്കൊക്കെ ചെല്ലുകയാണ്. സത്യാവസ്ഥ മനസ്സിലാക്കാതെ ആയിരുന്നല്ലോ ഓൺഹയുടെ അടുത്ത് ജിഹ്വാൻ ദേഷ്യപ്പെട്ടിട്ടൊക്കെ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ജിഹ്വാൻ ഇപ്പോൾ അവളുടെ അടുത്ത് ക്ഷമയൊക്കെ ചോദിക്കുന്നു.
പിന്നീട് രണ്ടുപേരും അധികമൊന്നും സംസാരിക്കാതെ തിരിച്ചു പോവുകയാണ്. അങ്ങനെ ഇരിക്കെ ഡോറിന് മുമ്പിലൊക്കെ എത്തുന്ന ജീഹ്വാനും അവൾ വെച്ചിട്ട് പോയിട്ടുണ്ടായിരുന്ന ഒരു കവറൊക്കെ ശ്രദ്ധിക്കുന്നു. ഉൺഹയും ക്ഷമയൊക്കെ ചോദിച്ചുകൊണ്ടുള്ള ഒരു കത്തൊക്കെ ആയിരുന്നു അതിന്റെ അകത്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. മാത്രമല്ല അവൾ വെച്ചിട്ടുണ്ടായിരുന്ന ആപ്പിളൊക്കെ എടുത്തുകൊണ്ട് അവനും ഇരിക്കുന്നു. ഉൺഹയും മിഹോയും കൂടി കോളിലൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഇന്ന് ഹിനുവിനെ കണ്ടുമുട്ടുവാനായിട്ട് സാധിക്കുന്ന രീതിയിലുള്ള നല്ലൊരു കാലാവസ്ഥയാണെന്നൊക്കെ മിഹോയും തമാശയായിട്ടൊക്കെ പറയുന്നു. യാദൃശ്ചികം ഒന്ന് പറയട്ടെ, ഓരോ റോഡിന്റെ രണ്ട് വശങ്ങളിലായിട്ട് ഉൺഹയും ഹ്യുനുവും നിൽപ്പുണ്ടായിരുന്നു. മാത്രമല്ല ഹ്യുനുവു ഉൺഹെനെ ശ്രദ്ധിക്കുന്നുമുണ്ട്. പക്ഷെ അവൾ മാത്രമായിരുന്നു ഒട്ടും തന്നെ ഹ്യുനുവിനെ ശ്രദ്ധിക്കാതെ നടന്നൊക്കെ പോയിട്ടുമുണ്ടായിരുന്നത്. എന്തോ ഒന്ന് ശ്രദ്ധയിൽപ്പെട്ട് നിൽക്കുന്ന ഉൺഹയാകട്ടെ പെട്ടെന്ന് തന്നെ ഓടി ഒരു ടാക്സിയിലൊക്കെ കയറി പോകുന്നത് ഹ്യുനുവു ശ്രദ്ധിക്കുന്നു. അതുകൊണ്ട് തന്നെ എന്താണ് സംഭവം എന്നൊക്കെ അടുത്തുണ്ടായിരുന്ന ടി വിയിൽ നോക്കുമ്പോഴത്തേക്കുമാണ് നേരത്തെ ഉൺഹ പ്രൊമോഷൻ ചെയ്തിട്ടുണ്ടായിരുന്ന ആ ഒരു ഓർഗാനിക് മിൽക്ക് എന്ന പ്രൊഡക്റ്റ് ഒക്കെ കഴിച്ചതിന് ശേഷം ഒരുപാട് കുട്ടികൾ ഹോസ്പിറ്റലിലാണെന്നുള്ള ഒരു വാർത്തയൊക്കെ അവന്റെ ശ്രദ്ധയിലും പെടുന്നത്. ജീഹ്വാൻ ഡിസ്ചാർജ് ആകുന്ന ദിവസമാണ്. അങ്ങനെയിരിക്കെ ആയിരുന്നു അവൻ കാറിൽ കയറുന്നതിന് തൊട്ടു മുമ്പായിട്ട് കാറിൽ നിന്നും ഇറങ്ങി ഹോസ്പിറ്റലിനകത്തേക്ക് ഓടുന്ന ഉൺഹനെ അവൻ കാണുന്നത്. ഹോസ്പിറ്റലിനകത്ത് വെച്ചിരിക്കുന്ന ടിവികളിൽ പോലും ഫുഡ് പോയ്സനെ കുറിച്ചുള്ള വാർത്തകളായിരുന്നു ഉണ്ടായിരുന്നത്. അതായത് ഒരു കിൻഡർ ഗാർട്ടനിലുള്ള കുട്ടികൾക്ക് എല്ലാം തന്നെ ഈ ഒരു മിൽക്കൊക്കെ കൊടുക്കുകയും പിന്നീട് എല്ലാവർക്കും ഒരുപോലെ ഫുഡ് പോയ്സൺ ഒക്കെ ആകുകയുമായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അവളും ഫുഡ് ഫെസ്റ്റിവലിന്റെ സമയത്ത് ഈ ഒരു പ്രൊഡക്റ്റ് ഒക്കെ പ്രൊമോട്ട് ചെയ്തതിനെ കുറിച്ചൊക്കെ ഓർക്കുകയാണ്. മാത്രമല്ല അവൾക്കും വളരെയധികം ഇഷ്ടപ്പെട്ട ഹോസ്പിറ്റലിലെ ഒരു കുട്ടിക്കൊക്കെ രണ്ട് മിൽക്കിന്റെ പാക്കറ്റ് ഒക്കെ അവൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്തായാലും അവൾ ഓടി ആ കുട്ടിയുടെ അടുത്തേക്ക് ചെന്ന് കഴിയുമ്പോഴത്തേക്കും കുട്ടിയും ആ ഒരു മിൽക്കൊന്നും കുടിച്ചിട്ടില്ല എന്ന സത്യമൊക്കെ മനസ്സിലാക്കുമ്പോഴത്തേക്കുമാണ് അവൾക്കും ശ്വാസമൊക്കെ നേരെ ഒന്ന് വലിക്കുവാനായിട്ടെങ്കിലും സാധിക്കുന്നത്. അവളും അങ്ങനെ കൊടുത്ത പ്രൊഡക്റ്റ് ഒക്കെ തിരിച്ചു മേടിച്ച് നടന്നു പോകുന്ന സമയത്ത് ഹോസ്പിറ്റലിലേക്ക് ഒരുപാട് കുട്ടികളൊക്കെ പുതിയതായിട്ട് വരുന്നതും അവൾ കാണുന്നു. അതുകൊണ്ട് തന്നെ അങ്ങനെ വന്ന ഒരു കുട്ടീനെ ഫോളോ ചെയ്ത് അവൾ അകത്തേക്ക് കടന്നു കഴിയുമ്പോഴത്തേക്കുമാണ് ഹോസ്പിറ്റൽ നിറയെ ഇതുപോലെ ഫുഡ് പോയ്സൺ ഒക്കെ ബാധിച്ചിട്ടുള്ള കുട്ടികളാണ് ഉള്ളതെന്ന കാര്യമൊക്കെ അവളും മനസ്സിലാക്കുന്നത്. അവിടെ ഉണ്ടായിരുന്ന ഒരു അമ്മയും അവളെ തിരിച്ചറിയുന്നു. നീയല്ലേ നിന്റെ ചാനലിൽ ഈ ഒരു മിൽക്കൊക്കെ കുടിക്കുകയാണെങ്കിൽ ഒരു കുഴപ്പവും ഉണ്ടാവുകയില്ല, സേഫ് ആണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതൊക്കെ കേട്ടിട്ട് എന്റെ കുഞ്ഞ് ഇതുപോലത്തെ ഒരുപാട് മിൽക്കൊക്കെ മേടിച്ചു കുടിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും നീ ചെയ്തത് ഒട്ടും തന്നെ ശരിയായില്ല എന്നൊക്കെ പറഞ്ഞ് അവളെ കുറ്റപ്പെടുത്തിക്കൊണ്ടൊക്കെ ആ സ്ത്രീ ഇരിക്കുമ്പോഴത്തേക്കും അവളും മൊത്തത്തിൽ തളർന്നു വീഴുകയാണ്. മാത്രമല്ല അവിടെ ഉണ്ടായിരുന്ന മറ്റൊരു പേരന്റും കയ്യിൽ കിട്ടിയ മിൽക്കൊക്കെ എടുത്ത് അവളുടെ മേത്തേക്കൊക്കെ എറിയുവാനായിട്ട് നോക്കുമ്പോഴത്തേക്കും അവിടെ എത്തിയ ചീഹ്വാനും അതിനെയൊക്കെ തടഞ്ഞുകൊണ്ട് അതിന് നടുക്കായിട്ടൊക്കെ വന്ന് നിൽക്കുന്നു. അതുകൊണ്ട് തന്നെ അവന്റെ കോട്ടിലേക്കായിരുന്നു ആ ഒരു മിൽക്ക് എല്ലാം തന്നെ വീണിട്ടുണ്ടായിരുന്നത്. ജീഹ്വാനും അവളോട് നീ കണ്ണടച്ചിട്ട് 10 വരെ ഒന്ന് എണ്ണുവാനായിട്ടൊക്കെ പറയുന്നു. അങ്ങനെ ആ ഒരു എപ്പിസോഡൊക്കെ അവസാനിച്ച് അടുത്ത എപ്പിസോഡ് തുടങ്ങുമ്പോഴത്തേക്കും ജീഹ്വാനും ഹോസ്പിറ്റലിൽ നിന്നും നേരെ കാറിലേക്കൊക്കെ വന്ന് കയറുന്നുണ്ട്. പക്ഷേ ഹോസ്പിറ്റലിലേക്ക് ഓടിപ്പോയിട്ടുണ്ടായിരുന്ന ഉൺഹയുടെ മുഖമായിരുന്നു അവന്റെ ഉള്ളിലേക്കൊക്കെ വരുന്നത്. അതുകൊണ്ട് തന്നെ അവനും വണ്ടിയൊക്കെ നിർത്തിച്ചതിന് ശേഷം തിരിച്ച് ഹോസ്പിറ്റലിനകത്തേക്കൊക്കെ ഓടുന്നു. അങ്ങനെ ഇരിക്കെയാണ് അവിടെ ഉണ്ടായിരുന്ന ഒരു ടി.വി. സ്ക്രീനിൽ ഉൺഹയെ കുറിച്ചും ഉൺഹ പ്രൊമോട്ട് ചെയ്തിട്ടുണ്ടായിരുന്ന മിൽക്കിനെ കുറിച്ചുമുള്ള വാർത്തകളൊക്കെ അവനും ശ്രദ്ധിക്കുന്നത്. പിന്നീട് അവൻ അകത്തേക്കൊക്കെ കയറി ചെന്ന് കഴിയുമ്പോഴത്തേക്കും ഉൺഹനെ ചീത്ത വിളിക്കുന്ന പേരൻസിനെയൊക്കെ ആയിരുന്നു അവൻ കണ്ടതും. അതുകൊണ്ട് തന്നെയായിരുന്നു ഉൺഹയുടെ നേർക്കായിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്ന മിൽക്കിനെയൊക്കെ തടയുവാനായിട്ട് അവനും ഉൺഹയുടെ മുമ്പിലൊക്കെ പോയി നിന്നിട്ടുണ്ടായിരുന്നത്. നിസ്സഹായായി ഉൺഹ ജീഹുനെ നോക്കിക്കൊണ്ടൊക്കെ നിൽക്കുമ്പോഴത്തേക്കും അവനും ഉൺഹനെ എടുത്തതിന് ശേഷം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ അതിന്റെ തന്നെ കമ്പനിയുടെ അടുത്താണ് ചെല്ലേണ്ടത്. ഇപ്പോൾ കാണിക്കുന്ന ഈ ഒരു ദേഷ്യമൊക്കെ അവരുടെ അടുത്ത് കാണിക്കുവാനായിട്ട് പറഞ്ഞതിന് ശേഷം അവളെയുമായിട്ട് പോകുന്നു. മിൽക്കിനെ കുറിച്ചുള്ള പ്രൊമോഷൻ വീഡിയോ ഒക്കെ ചെയ്തത് ഞാനാണ്. അതുകൊണ്ട് തന്നെ എന്നെ വിശ്വസിച്ചിട്ടാണ് കുട്ടികൾ എല്ലാവരും തന്നെ ആ ഒരു മിൽക്കൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നത്. ഈ ഒരു പ്രശ്നമൊക്കെ വരുന്ന സമയത്ത് ഞാനാണ് അതിന്റെ എല്ലാ ഉത്തരവാദിത്വവും ഏറ്റെടുക്കേണ്ടതെന്നൊക്കെ പറഞ്ഞ് തിരിച്ച് ഹോസ്പിറ്റലിനകത്തേക്ക് പോകുവാനായിട്ടൊക്കെ ഉൺഹ ശ്രമിക്കുമ്പോഴാകട്ടെ അവൾ ഹോസ്പിറ്റലിനകത്തേക്കൊക്കെ പോകുകയാണെങ്കിൽ പോലും ഒരു പ്രശ്നങ്ങളും സോൾവ് ചെയ്യുവാനായിട്ട് അവൾക്ക് സാധിക്കുകയില്ല എന്ന യാഥാർത്ഥ്യമൊക്കെ അവനും അവൾക്ക് മനസ്സിലാക്കി കൊടുക്കുന്നു. പിന്നീടാകട്ടെ ജോയങ്ങും അവരെ രണ്ടുപേരെയും കാറിലാക്കിക്കൊണ്ട് പോകുകയാണ്. ഞാനും ആ പ്രൊഡക്റ്റിന്റെ കമ്പനിയിലൊക്കെ എത്തിയ സമയത്ത് കമ്പനിയിലെ ആൾക്കാർ വളരെ നല്ല രീതിയിലായിരുന്നു എൻ്റെ അടുത്ത് പെരുമാറിയിട്ടുണ്ടായിരുന്നത്. ഞാനും അവരെ വിശ്വസിച്ചു. അതുകൊണ്ടായിരുന്നു നല്ലൊരു പ്രൊഡക്റ്റ് ആയിരിക്കും ഇത് എന്നൊരു തോന്നലൊക്കെ എനിക്ക് ഉണ്ടാക്കിയതും. ഒരേ തെറ്റ് ഞാൻ വീണ്ടും വീണ്ടും ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ഞാൻ അത്രയ്ക്ക് മണ്ടിയാണെന്നൊക്കെ ഉൺഹയും സ്വയം അവളെക്കുറിച്ച് തന്നെ പറയുന്നു. അവളും സ്ലിപ്പായിട്ടൊന്ന് വീണിട്ടൊക്കെ ഉണ്ടായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ അവളുടെ കാലിനും പരുക്കൊക്കെ പറ്റിയിട്ടുണ്ടാകുമെന്ന് പറഞ്ഞ് അവളുടെ കാലിൽ വെക്കുവാനായിട്ടുള്ള മരുന്നും മറ്റുമൊക്കെ അവനും നൽകുകയാണ്. എന്തായാലും അവർ പോന്നിട്ടുണ്ടായിരുന്ന വണ്ടിയൊക്കെ നേരെ ചെന്ന് നിർത്തുന്നത് മീഹോയുടെ കടയ്ക്ക് മുമ്പിലാണ്. മീഹോയും ജോ ഇങ്ങനെ കാണുമ്പോൾ തന്നെ അവൻ എന്തൊരു സുന്ദരനാണെന്നൊക്കെ ഓർത്തുകൊണ്ട് അവനെ നോക്കി നിൽക്കുന്നുമുണ്ട്.
ഓൺഹേം കാറിൽ നിന്നും ഇറങ്ങി കഴിയുമ്പോഴത്തേക്കും എന്താവശ്യമുണ്ടെങ്കിലും എന്നെ വിളിക്കുവാനായിട്ട് മടിക്കരുതെന്നൊക്കെ പറഞ്ഞ ജൂയങ്ങും തന്റെ കാർഡൊക്കെ ഉൺഹയുടെ കയ്യിലും കൊടുക്കുന്നു. അത് കാണുമ്പോഴത്തേക്കും ശരിക്കും ജീഹ്വാൻ തന്നെ ഒന്ന് ഞെട്ടുന്നൊക്കെയുണ്ട്. ജീഹ്വാൻ വളയ്ക്കുവാനായിട്ട് ശ്രമിക്കുന്ന പെണ്ണിനെ ഇവനെങ്ങനെ വളച്ചെടുത്താലോ എന്നൊരു ചിന്തയായിരുന്നു അവന്റെ ഉള്ളിലും ഉണ്ടായിരുന്നത്. ജീഹ്വാനും അങ്ങനെ അവളെ പറഞ്ഞയക്കുവാനായിട്ട് മനസ്സ് വരാത്തത് കൊണ്ട് തന്നെ പെട്ടെന്ന് തന്റെ കോട്ടൊക്കെ എടുത്തിട്ട് ഇത് കണ്ടാൽ ഏതോ ഒരു മാപ്പ് പോലെയൊക്കെ തോന്നുമല്ലോ എന്നൊക്കെ പാലിന്റെ കറയൊക്കെ വീണിട്ടുണ്ടായിരുന്ന ഭാഗം നോക്കി പറയുകയാണ്. അത് കേൾക്കുമ്പോഴത്തേക്കും ഉൺഹെ എന്ത് പറ്റി കോട്ടൊക്കെ ക്ലീൻ ചെയ്ത് തരണോ എന്നൊക്കെ അവന്റെ അടുത്ത് ചോദിക്കുന്നു. പക്ഷെ അപ്പോൾ അവനാകട്ടെ അങ്ങനെ ഒരു പ്രശ്നവുമില്ല, ഇത് ഞാൻ തന്നെ നോക്കിക്കോളാം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും വീണ്ടും ഓരോരോ സ്ഥലത്തിന്റെ പേരൊക്കെ പറഞ്ഞ് അതിന്റെ മാപ്പാണോ ഇതിന്റെ മാപ്പാണോ ഇതിലുള്ളത് എന്നൊക്കെ ചോദിച്ചുകൊണ്ടൊക്കെ നിൽക്കുന്നത് കാണുമ്പോഴത്തേക്കും നിവർത്തികേട് കൊണ്ട് തന്നെ മറ്റൊരു വഴിയും ഇല്ലാതെ ഉൺഹയും ആ ഒരു കോട്ടൊക്കെ മേടിക്കുന്നു. അപ്പോൾ ആ ഒരു സീനോട് കൂടി ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അടുത്തൊരു വീഡിയോ ആയിട്ട് ഇത്രയും വേഗം കാണാം. ബൈ.